നമസ്കാരം. എല്ലാവരുടെയും ഒരു സംശയമാണ്, ആത്മാവിന് മരണമുണ്ട്. നമ്മളുടെ ആത്മാവ് മരിക്കുമോ? ഇന്ന് നമ്മളുടെ ആചാര്യന്മാർ പൊതുവെ പറഞ്ഞ് പരത്തുന്ന ഒരു രീതിയാണ് ആത്മാവ് മരിക്കുന്നില്ല എന്ന്. ആത്മാവിന് മരണമില്ല. ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്, കൂട് വിട്ട് കൂട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശരീരത്തിൽ നിന്നിറങ്ങും, അടുത്ത ശരീരത്തിലേക്ക് കയറും. കൂട് വിട്ട് കൂട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവ്. പിന്നെ പറയുന്ന ഒരു രീതി എന്താണ്? എല്ലാ ആത്മാക്കളും ഒന്ന് തന്നെയാണ്, ആത്മാവ് ഭിന്നമല്ല എന്നാണ്. ആത്മാവ് ഭിന്നമാണ്, ഏകമല്ല. ആത്മാവ് മരിക്കുന്നതുമാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിനെ ഹത്യ ചെയ്യുകയാണ്, വധിക്കുക, അല്ലേ? ആത്മീയതയുടെ പൊരുളെന്നാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഭൂഖണ്ഡങ്ങളിലും ആത്മീയത എന്ന് പറഞ്ഞാൽ ഒന്നാണ്. പക്ഷെ ആത്മാവ് ഒന്നാണ് അല്ല. ആത്മാവൊന്നല്ല, ആത്മീയത ഒന്നാണ്. എന്താണ് ആത്മീയത? ആ ലോകത്തെ ഒന്നാക്കുന്ന അറിവാണ് ആത്മീയത. മനസ്സിൽ സ്നേഹത്തെ ജനിപ്പിക്കുന്ന, ശരീരങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന അറിവാണ് ആത്മീയത. ആ ആത്മീയത ഒന്നാണ്. പക്ഷെ ആത്മാവ് ഒന്നല്ല. ആത്മാവ് വിഭിന്നമാണ്, ബഹുതരമാണ്, ബഹുലമാണത്. അപ്പോൾ ആത്മാവ് ഒന്നല്ല. ആത്മാവിൽ തന്നെ എന്തുണ്ട്? സ്ത്രീ പുരുഷ ഭാവങ്ങളുണ്ട്. ബ്രഹ്മാവിന് 4 തലകളുണ്ട്. ആത്മാവിന് 4 മുഖങ്ങളുണ്ട്. ആത്മാവ് ബഹുതലമാണ്, ബഹുതരമാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മളെല്ലാത്തിനെയും കൂടി കൂട്ടിക്കുഴച്ച് പറയരുത്. ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാക്കപ്പോൾ എത്രമാത്രം തെറ്റായിരിക്കും ആത്മാവിന് മരണമില്ലെങ്കിൽ, അല്ലേ?